അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് യുവാക്കൾ ഗുഹയിൽ പ്രവേശിക്കുന്നതാണ് ഒടുവിൽ പഠിച്ച ആയത്തിൽ പറഞ്ഞത്. അഭയം തേടി ഗുഹയിൽ പ്രവേശിക്കുവാനുള്ള തീരുമാനം തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു അവരെ ഒരു ശല്യവുമില്ലാത്ത വിധം ഉറക്കിക്കിടത്തിയതും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെയാണ് അള്ളാഹു അവരുടെ കാര്യങ്ങൾ ഒരുക്കിക്കൊടുത്തത്. അങ്ങനെ അവരുടെ മിർഫക്ക് ജീവിതാവശ്യങ്ങൾ അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുത്തു. ദീർഘകാലം സുഖമായി ഉറങ്ങിക്കിടക്കാനുള്ള സൗകര്യമുള്ള ഗുഹയായിരുന്നു അതിനായി അള്ളാഹു അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. സൂര്യപ്രകാശം തട്ടി ചൂട് അനുഭവിക്കാത്ത വിധമായിരുന്നു ആ ഗുഹയുടെ കിടപ്പ്. ഉച്ചവരെ സൂര്യൻ ഗുഹയുടെ വലതുഭാഗത്തുകൂടെ പോകുന്നു, ഉച്ചയ്ക്ക് ശേഷം ഇടതുഭാഗത്തുകൂടെയും. അതുകൊണ്ട് സൂര്യപ്രകാശം അവരുടെ മേൽ പതിക്കുമായിരുന്നില്ല. അത് അള്ളാഹു അവർക്ക് ചെയ്ത അനുഗ്രഹമാണ്. അതുപോലെ ഗുഹക്കകത്ത് അവർക്ക് സൗകര്യപൂർവ്വം വസിക്കാനുള്ള വിശാലതയും ഉണ്ടായിരുന്നു എന്നതും അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹമായിരുന്നു എന്നാണ് ഇന്ന് പഠിക്കുന്ന 17-ാമത്തെ ആയത്തിൽ പറയുന്നത്. വതറശംസ ഇദാ തലഅത്, സൂര്യൻ ഉദിച്ചാൽ അതിനെ താങ്കൾക്ക് കാണാൻ കഴിയും. സൂര്യൻ ഉദിച്ചാൽ അതിനെ താങ്കൾക്ക് കാണാൻ കഴിയും. ഇവിടെ സംബോധന താങ്കൾ എന്നാണെങ്കിലും നോക്കുന്നവർക്കൊക്കെ കാണാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗുഹയുടെ കിടപ്പ് ശ്രദ്ധിക്കുന്നവർക്കൊക്കെ കാണാൻ കഴിയും. സൂര്യൻ ഉദിച്ച ശേഷം അത് ഉയർന്നു പൊങ്ങുമ്പോൾ തസാവറു അൻ കഹ്ഫിഹിം, അത് അവരുടെ ഗുഹയിൽ നിന്ന് ചെരിഞ്ഞു പോകുന്നു. ദാത്തൽ യമീനി, വലതുഭാഗത്തുകൂടെ. അവരുടെ ഗുഹയിൽ നിന്നും സൂര്യൻ അകന്നു പോകുന്നു ഗുഹയുടെ വലതുവശത്തുകൂടെ എന്ന് പറഞ്ഞാൽ അവർക്ക് സൂര്യപ്രകാശം ഏൽക്കാത്ത വിധം, ചൂടേൽക്കാത്ത വിധമാണ് സൂര്യൻ്റെ സഞ്ചാരമുണ്ടായിരുന്നത്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഗുഹ സ്ഥിതി ചെയ്തിരുന്നത്. വൈദാ ഗറബത്ത്, അത് അസ്തമിക്കുമ്പോഴോ, സൂര്യൻ ഉയർന്നു പൊങ്ങിയ ശേഷം ഉച്ചയ്ക്ക് ശേഷം അത് അസ്തമയത്തിലേക്ക് പോകുമ്പോൾ എന്നാണ് വൈദാ ഗറബത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. തഖ്റിലുഹും, അത് അവരെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്നു. അപ്പോഴും സൂര്യൻ ഗുഹക്കകത്തേക്ക് വെളിച്ചം വരാത്ത രൂപത്തിൽ ദാത്ത ഷിമാലി, ഇടത്തോട്ട് മാറിപ്പോകുന്നു. അവർക്ക് ഗുഹക്കകത്തേക്ക് പ്രകാശം നേർക്കുനേരെ തട്ടാത്ത വിധം ഇടതുഭാഗത്ത് കൂടെ താഴോട്ട് അസ്തമിക്കുന്നു സൂര്യൻ. വഹും, അവരാകട്ടെ, അപ്പോൾ അവരെവിടെയാണ്? ഫി ഫജ്വത്തിൻ മിൻഹു, അതിൻ്റെ വിസ്താരത്തിലാണ്. ഗുഹക്കകത്തുള്ള ഭാഗം വിശാലമായിരുന്നു എന്നാണ് ഫജ്വത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവർക്കവിടെ സൗകര്യപൂർവ്വം വസിക്കാൻ കഴിയുമായിരുന്നു. ഗുഹാമുഖം കണ്ടാൽ ഗുഹക്കകത്ത് ഇത്രയും വിശാലതയുള്ളതായി തോന്നുകയില്ല. ഇങ്ങനെ സൂര്യപ്രകാശം ഏൽക്കാത്ത ഉള്ളിൽ വിശാലതയുള്ള ഗുഹയാണ് അള്ളാഹു യുവാക്കൾക്ക് വേണ്ടി ഒരുക്കിക്കൊടുത്തത്. ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നതിനെക്കുറിച്ച് വലിയ തർക്കമുണ്ടെങ്കിലും ഗ്രീക്കിലാണ്, തുർക്കിയിലാണ്, സിറിയയിലാണ് തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഈ ഗുഹ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ആയത്തിൽ പറയുന്ന വിശേഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ജോർഡാനിലുള്ള ഗുഹ തന്നെയാണെന്ന് പഠനം നടത്തിയ വിദഗ്ധർ പറയുന്നു. ദാലിക മിൻ ആയാത്തില്ല, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു ഈ പറഞ്ഞ വിശേഷണങ്ങളോടെ യുവാക്കൾക്ക് ഒളിത്താവളം ഒരുക്കിയത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. തുടർന്ന് പറയുന്നു, മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി, അള്ളാഹു ആർക്ക് ഹിദായത്ത് നൽകിയോ അവൻ ഹിദായത്ത് പ്രാപിക്കുക തന്നെ ചെയ്യും. ഇക്കാര്യം ഈ സംഭവത്തോട് ചേർത്തുകൊണ്ട് പറയുന്നത്, ഈ യുവാക്കൾ സന്മാർഗം സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ആ വഴിയിൽ മുന്നോട്ട് പോവാൻ അള്ളാഹു അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തു എന്ന് സൂചിപ്പിക്കാനാണ്. എന്നാൽ അള്ളാഹു ഒരുക്കി കൊടുക്കുന്ന വേദഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാർ തുടങ്ങിയ സന്മാർഗത്തിൻ്റെ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും സന്മാർഗം ഉൾക്കൊള്ളാൻ മുന്നോട്ട് വരാത്തവർക്ക് സന്മാർഗം ലഭിക്കുകയില്ല എന്ന് തുടർന്ന് പറയുന്നു. ഒമയ്യുലിൽ, എന്നാൽ അവൻ വഴിതെറ്റിക്കുന്നവന്, അള്ളാഹു വഴിതെറ്റിക്കുന്നവന് എന്ന് പറഞ്ഞാൽ നേർമാർഗത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താതെ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ അന്ധത നടിക്കുന്നവർക്ക് ഫലൻ തജിദലഹു, അവനു വേണ്ടി താങ്കൾ കണ്ടെത്തുകയില്ല. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് വേണ്ടി കണ്ടെത്തുകയില്ല. വലിയ മുർഷിദ, അവനെ നേർവഴിക്ക് നയിക്കുന്ന ഒരു രക്ഷകനെയും. ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നവനാണ് മുർഷിദ്, രക്ഷകനാണ് വലിയ എന്ന് പറയുക. അള്ളാഹു മാത്രമാണ് മുർഷിദും വലിയും. അള്ളാഹുവിൻ്റെ നേർമാർഗത്തെ അവഗണിക്കുന്നവർക്ക് വേറെ മുർഷിദോ വലിയോ ഉണ്ടാവുക സാധ്യമല്ല എന്നാണ് പറയുന്നത്.
അള്ളാഹുവിൻ്റെ സന്മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.